പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാസർഗോഡിലാണ്. കാസർഗോഡിനെ പറ്റി പറയുമ്പോൾ 1966 സ്ഥാപിതമായ കാസർഗോഡ് ആദ്യത്തെ മുനിസിപ്പൽ പട്ടണമായിരുന്നു. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയായ ഇത് സപ്തഭാഷാ സംഗമ ഭൂമി എന്നും അറിയപ്പെടുന്നു. നേരത്തെ ഞങ്ങൾ ബേക്കൽ ഫോർട്ട് കാണിച്ചിരുന്നു. ഇനി കാസർഗോഡിൽ ഞങ്ങൾ പോകുന്നത് മധുർ മദനന്തേശ്വര-സിദ്ധിവിനായക ടെമ്പിളിലേക്കാണ്. ഈ ക്ഷേത്രം കാസർഗോഡ് പട്ടണത്തിൽ നിന്നും 7 കിലോമീറ്റർ അകലെ മൊഗ്രാൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രം കാമദേവനെ കൊന്ന ദേവൻ എന്ന അർത്ഥം വരുന്ന മദനന്തേശ്വര എന്നറിയപ്പെടുന്ന ശിവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെങ്കിലും തെക്ക് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗണപതിക്കാണ് കൂടുതൽ പ്രാധാന്യം. നമ്മുടെ കൊല്ലത്തെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പോലെ തന്നെയാണ് ഈ ക്ഷേത്രവും. പ്രാചീനരായ തുളുനാട്ടിലെ 6 ഗണപതി ക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രമാണ് മധുർ. ശിവല്ലി ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ. ഐതിഹ്യമനുസരിച്ച് പ്രാദേശിക തുളു മോഗർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള മദാരു എന്ന വൃദ്ധയാണ് ശിവലിംഗത്തിൻ്റെ ഉദ്ഭവമൂർത്തി കണ്ടെത്തിയത്. അതേ സ്ഥലത്ത് കളിച്ചുകൊണ്ടിരുന്ന ആൺകുട്ടിയാണ് ശ്രീകോവിലിൻ്റെ തെക്കേ ഭിത്തിയിൽ ഗണപതി ചിത്രം വരച്ചത്. നാൾക്ക് നാൾ അത് വലുതായി തടിച്ചു. ആൺകുട്ടി ഗണപതിയെ ബൊദ്ദ ഗണേശൻ എന്നു വിളിച്ചു. ഇപ്പോൾ ഈ ക്ഷേത്രം നവീകരിക്കുന്നതിൻ്റെ പണി നടക്കുകയാണ്. ഭക്തർ സാധാരണയായി ഉദയാസ്തമന പൂജ ചെയ്യുന്നു. മധുരിൻ്റെ പ്രശസ്തമായ പ്രസാദമായ അപ്പ എന്ന് വിളിക്കുന്ന ഉണ്ണിയപ്പം ദിവസേന തയ്യാറാക്കുന്നു. കൗണ്ടറിൽ നിന്നും ആർക്കും ഇത് ലഭിക്കും. സഹസ്രപ്പ 1000 അപ്പ വളരെ പ്രധാനമാണ്. ഇത് ഒരു വഴിപാടാണ്. അതുപോലെ മഹാഗണപതിയെ അപ്പം കൊണ്ട് മൂടുന്ന മൂടപ്പം ഒരു സേവയാണ്. ഗണേശ ചതുർത്ഥിയും മധുരഭേദി എന്ന വാർഷിക ഉത്സവവുമാണ് പ്രധാന ആഘോഷം. മധുരഭേദി 5 ദിവസത്തെ വർണ്ണാഭമായ പരിപാടിയാണ്. പത്താം നൂറ്റാണ്ടിൽ കുമ്പിളയിലെ മേപ്പാടി ഭരണാധികാരികൾ നിർമ്മിച്ച ഈ ക്ഷേത്രം 15ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ രൂപത്തിൽ പുതുക്കിപ്പണിതു. ക്ഷേത്രത്തിന് 3 താഴികക്കുടം ഉണ്ട്. മുകളിലത്തെ 2 താഴികക്കുടം ചെമ്പ് തകിട് മേൽക്കൂരയും താഴത്തെ ഭാഗത്ത് ടൈൽ മേൽക്കൂരയുമാണ്. ക്ഷേത്രത്തിൻ്റെ ചുമരുകളും മേൽക്കൂരകളും ഇന്ത്യൻ പുരാണങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും രാമായണത്തിലെ രംഗങ്ങളും കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്ര വളപ്പിനുള്ളിൽ ആഴത്തിലുള്ള ഒരു കിണറുണ്ട്. സൂര്യൻ്റെ കിരണങ്ങളാൽ സ്പർശിക്കപ്പെടാതെ നിൽക്കുന്ന ജലത്തിന് ധാരാളം രോഗശാന്തി ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ടിപ്പു സുൽത്താനും ഈ ക്ഷേത്രം പൊളിക്കാൻ ആഗ്രഹിച്ചിരുന്നതായി ഇതിഹാസം പറയുന്നു. പക്ഷേ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിൽ കയറാതെ മലബാറിലേക്ക് നീങ്ങി. ഗണപതി ഭഗവാൻ ടിപ്പു സുൽത്താൻ്റെ മനസ്സു മാറ്റി എന്നാണ് വിശ്വാസം. വിശാലമായ ഗോപുരങ്ങൾ ഭക്തർക്ക് വിശ്രമിക്കാനും ഗണപതിയുടെ സാന്നിധ്യം ആസ്വദിക്കാനും നല്ല അന്തരീക്ഷം നൽകുന്നു. ഈ വീഡിയോയും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.